അസ്സലാമു അലൈക്കും. ബിസ്മിയുടെ അത്ഭുതങ്ങൾ, അതിൻ്റെ ശ്രേഷ്ഠത. ഒരുപാട് ഗുണങ്ങൾ ഒത്തിണങ്ങിയ ഒന്നാണ് ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവതിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു എന്ന്. ഇതിൽ ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. ആർക്കും ഇതിൻ്റെ ശ്രേഷ്ഠത എത്രത്തോളം വലുതാണെന്ന് ആർക്കും അറിയുകയില്ല. എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. വിവാഹം നടന്നു കിട്ടാൻ ബിസ്മി പരസ്പരം തൊടാതെ ഒറ്റ ഹർഫായി 41 പ്രാവശ്യം എഴുതുക. അതിനുശേഷം വിവാഹം നടക്കേണ്ട ആളിൻ്റെയും ഉമ്മയുടെ പേരും ചേർത്ത് എഴുതണം. അതിനുശേഷം മാഷാ അള്ളാ എന്നുകൂടി ചേർക്കണം. കടലാസിനെ വീടിൻ്റെ വാതിലിനടിയിൽ വെക്കണം. അതിനുശേഷം 41 പ്രാവശ്യം വീതം 41 ദിവസം ഓതണം. നടന്നു കിട്ടും വിവാഹം ഇൻഷാ അള്ളാ. സഹോദരങ്ങളെ, ബിസ്മി കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. പലരും സംശയം പ്രകടിപ്പിക്കാറുണ്ട്, എന്താണ് ഏതാണ് എന്നറിയാതെ. അപ്പോൾ അതിനുള്ള ഒരു പ്രതിവിധിയാണ് ഇവിടെ പറയുന്നത്. ഇനി സ്ഥാനമാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ബിസ്മിയെ 786 പ്രാവശ്യം നിത്യവും ഓതുന്നയാൾക്ക് വരും സ്ഥാനമാനങ്ങൾ ഒരുപാട് ലഭിക്കും. ഇനി നഷ്ടപ്പെട്ട ജോലിയൊക്കെ ആണെങ്കിൽ അത് തിരികെ കിട്ടുകയും ചെയ്യും. ഇനി നമുക്കൊരു അക്രമി ഉണ്ടെങ്കിൽ, നമ്മൾ ആക്രമിക്കാൻ ഒരുങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ ബിസ്മിയെ 50 പ്രാവശ്യം ഓതി അക്രമിയെ മനസ്സിൽ കരുതി മുഖത്തേക്ക് ഊതുക. ഇൻഷാ അല്ലാഹ് ഒരു തരത്തിലും നമുക്ക് അക്രമം നേരിടേണ്ടി വരികയില്ല. ഇനി അതുപോലെ ഭരണകർത്താക്കളുണ്ടാവും, മേലുദ്യോഗസ്ഥരുടെ കീഴിലൊക്കെ നമ്മൾ എന്തുണ്ടാവും, ജോലി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കൊക്കെ പല ഷറിലൊക്കെ പെടാനുള്ള ഒരു അവസ്ഥയുണ്ട്. അത്തരം ഷെറുകളിൽ നിന്ന് രക്ഷപ്പെടാനും അവരിൽ നിന്ന് നമുക്ക് പ്രീതി ലഭിക്കാനും അവരെ കാണാൻ പോകുമ്പോൾ ബിസ്മിയെ 50 പ്രാവശ്യം ഓതുക. അവരുടെ സാന്നിധ്യത്തിൽ ചൊല്ലുമ്പോൾ 50 പ്രാവശ്യം ഓതി മുഖത്തേക്ക് നോക്കി മൗനമായിട്ട് ഓതുക. ഭരണാധികാരിയായാലും മേലുദ്യോഗസ്ഥരായ അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തിട്ടും പ്രീതി ലഭിക്കും. ഇനി അതുപോലെ ആഗ്രഹങ്ങൾ നിറവേറാനും പ്രാർത്ഥന നിങ്ങളുടെ സ്വീകരിക്കാനും അള്ളാഹു സുബ്ഹാനഹു ഇതൊക്കെ സ്വീകരിക്കണ്ടേ. നമുക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ദുആ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിലും നമുക്കൊരു മാർഗമുണ്ട്. ബിസ്മിയെ 12,000 പ്രാവശ്യം ഓതുക. ഓരോ 1000-ന് ശേഷവും 2 റക്അത്ത് നിസ്കരിക്കണം. ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം 3 പ്രാവശ്യം കുൽ ഹുവല്ലാഹു ഓതണം. നിസ്കാര ശേഷവും സ്വലാത്ത് ഓതണം. അങ്ങനെ 12,000 തീർന്നാൽ ആഗ്രഹങ്ങൾ റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. എന്ത് തന്നെയാലും ആ ആഗ്രഹം റബ്ബ് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. ഇനി നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് മതിപ്പുയരണമെങ്കിൽ ബിസ്മിയെ 625 പ്രാവശ്യം ഒറ്റ ഹർഫായി എഴുതി പോക്കറ്റിൽ കൊണ്ടു നടക്കുക. അതായത് പേഴ്സിലോ ബാഗിലോ ഒക്കെ വെക്കുക. മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് നല്ല മതിപ്പ് കിട്ടും. ഇനി ശത്രുവിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ബിസ്മിയെ 1000 പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹു 1000 പ്രാവശ്യം, സ്വലാത്ത് 1000 പ്രാവശ്യം ഓതിയാൽ ശത്രുവിൽ നിന്ന് രക്ഷ നേടാവുന്നതാണ്. അതുപോലെ തന്നെ സിഹർ ഏറ്റ ആളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇല്ലാതായി ബാത്തിലാകാൻ വേണ്ടിയിട്ട് ബിസ്മിയെ 100 പ്രാവശ്യം വീതം 7 ദിവസം തുടർച്ചയായി ഓതുകയും 100 പ്രാവശ്യം വെള്ളത്തിൽ മന്ത്രിച്ച് കുടിക്കുകയും 100 പ്രാവശ്യം ഓതി വെള്ളത്തിലൂതി അതുകൊണ്ട് കുളിക്കുകയും ചെയ്താൽ സിഹർ ബാത്തിലാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് എന്തിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം എന്നുള്ളതിൽ നിന്ന് കിട്ടുന്ന ഇതൊരു ഖുർആനിക രഹസ്യങ്ങളാണ് ഈ പറയുന്നത് മുഴുവൻ. അതുകൊണ്ട് ഇതിൽ എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക തന്നെ വേണം. ഇനി നമുക്ക് ശൈത്താനിയത്തിൻ്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ ബിസ്മിയെ 21 പ്രാവശ്യം തുടർച്ചയായിട്ട് അങ്ങോട്ട് ഓതിയാൽ ഒരു ശൈത്താനും നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ഉണ്ടെങ്കിൽ തന്നെ അത് അകലുകയും ചെയ്യും. ഇനി നമുക്ക് കിട്ടേണ്ടത് റിസ്കിനെ കിട്ടേണ്ടത് നമുക്ക് ഭക്ഷണം, ആഹാരം ലഭിക്കണ്ടേ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഞായറാഴ്ച സുബഹി നിസ്കാരത്തിന് ശേഷം കിബിലക്ക് മുന്നിട്ട് 313 ബിസ്മിയും 313 സ്വലാത്തും പതിവാക്കിയിട്ടുണ്ടെങ്കിൽ റിസ്ക് വീതിയായി കിട്ടും. നമുക്കറിയാതെ തന്നെ അള്ളാഹുവിൻ്റെ പക്കലിൽ നിന്ന് നമുക്ക് വേണ്ടത് ആഹാരം നമുക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ദാരിദ്ര്യം ബാധിക്കാതിരിക്കാൻ, ഒരുപാട് ദാരിദ്ര്യം നമുക്ക് നേരിടേണ്ടി വരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ജീവിതത്തിൽ. അതൊക്കെ നേരിടാൻ, അതിൽ നിന്ന് തരണം ചെയ്യാൻ നമ്മൾ തന്നെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് 600 ബിസ്മിയും 300 സ്വലാത്തും പതിവാക്കിയാൽ ദാരിദ്ര്യം ഒരിക്കലും നിങ്ങൾക്ക് ബാധിക്കുകയില്ല. ഐശ്വര്യവും ധനവും നിങ്ങൾക്ക് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇനി മറ്റൊന്ന്, ബുദ്ധിമാന്ദ്യം മാറാൻ. നമുക്ക് ചില ആളുകൾക്കൊക്കെ ബുദ്ധി ഉണ്ടാകും, പക്ഷെ ബുദ്ധി ഇല്ലാത്തവരെ പോലെ ജീവിക്കേണ്ടി ഒന്നിനൊരു അറിവില്ലായ്മ.
ഇനി മക്കൾക്കാണെങ്കിൽ പഠിച്ചത് മറന്നു പോവുക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 180 പ്രാവശ്യം ബിസ്മി ഓതി സംസം വെള്ളത്തിലോ കിണർ വെള്ളത്തിലോ ഓതി കുടിപ്പിച്ചാൽ ബുദ്ധിമാന്ദ്യം മാറും. പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് കുടിക്കുകയാണെങ്കിൽ വളരെ പ്രയോജനപ്പെടുകയും ചെയ്യും. ഇനി ജയിൽ മോചനത്തിന് നമ്മുടെ കുടുംബത്തിലോ മറ്റുള്ളവരോ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെയെങ്കിലും ജയിലിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഒരാൾ ശുദ്ധ മനസ്സോടുകൂടി ബിസ്മി പകൽ 1000-ഉം രാത്രി 1000-ഉം പ്രാവശ്യം ഓതിയാൽ എത്ര വലിയ ശിക്ഷ വിധിക്കപ്പെട്ട ആളാണെങ്കിൽ പോലും ജയിൽ മോചനം അവർക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ വീട്ടിലും കടയിലും നമുക്ക് ബറക്കത്ത് കിട്ടാൻ ബിസ്മിയെ 35 പ്രാവശ്യം ഒറ്റ ഹർഫായിട്ട് എഴുതി വീട്ടിലോ കടയിലോ സൂക്ഷിച്ചാൽ ബറക്കത്ത് വർദ്ധിക്കും. അതുപോലെ നമുക്ക് ആപത്തുകൾ വരാതിരിക്കാൻ മുഹറം മാസം 1-ാം തീയതി ബിസ്മി 130 പ്രാവശ്യം ഒറ്റ ഹർഫായി എഴുതി സൂക്ഷിച്ചാൽ ഒരു ആപത്തുകളും നമ്മളെ തേടി വരികയില്ല. അതുപോലെ സന്തോഷത്തിനും ഐശ്വര്യത്തിനും നമ്മൾ എന്ത് ചെയ്യണം? ഞായറാഴ്ച സൂര്യോദയ സമയത്ത് 310 പ്രാവശ്യം ബിസ്മി ഓതണം. അതിനുശേഷം 100 സ്വലാത്തും ഓതിയാൽ ഐശ്വര്യവും സന്തോഷവും നമുക്ക് എപ്പോഴും ജീവിതത്തിൽ അങ്ങോട്ട് ഉടനീളം ഉണ്ടാകുന്നതായിരിക്കും. ഇനി നമുക്കൊരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടാനുണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്കൊരു കാര്യം ആവശ്യമാണ്, അത് നടന്ന് കിട്ടണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച ഖത്തീബ് മിമ്പറിൽ നിന്ന് കുത്തുബ ഓതുന്ന സമയത്ത് 113 പ്രാവശ്യം ബിസ്മി ഓതുക. 2-ാം കുത്തുബയിൽ ദുആ ഓതുമ്പോൾ മൗനമായിട്ട് എന്ത് ചെയ്യുക? ആവശ്യത്തിനായി റബ്ബിനോട് നമ്മൾ ആ ഒരു സമയം നമ്മൾ എന്താണ് ആവശ്യം പൂർത്തീകരിക്കേണ്ടത് അത് റബ്ബിനോട് ചോദിക്കുക. 100% ഫലം ഉറപ്പായിട്ട് കിട്ടുന്ന കാര്യം. ഇനി മറ്റൊന്ന്, വല്ലാത്ത തലവേദന ഉള്ള ആളുകളുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പല മരുന്നുകൾ കഴിച്ചിട്ടും മാറാത്ത ആൾക്ക് ബിസ്മി 21 പ്രാവശ്യം ഓതുക, അല്ലെങ്കിൽ എഴുതി കെട്ടുക ചെയ്താൽ തലവേദന ശമിക്കുന്നതാണ്. ഇനി അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളുകളെ നമുക്ക് സ്വന്തമായി കിട്ടണം, അവരെ നമുക്കായി കിട്ടാൻ വശത്താകാൻ വേണ്ടി അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ സുബഹി നിസ്കാരത്തിന് ശേഷം ബിസ്മി 2500 പ്രാവശ്യം പതിവാക്കിയാൽ നിങ്ങൾക്ക് എന്താ കിട്ടും? അവർ നിങ്ങളുടേതായിട്ട് സ്വന്തമായി കിട്ടും, നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരാളായിട്ട് മാറും. ഇനി ഇഷ്ടപ്പെട്ടവരെ നമുക്ക് കിട്ടുക വേണമെന്നുള്ളത് അതൊരു ആവശ്യമായി തീരുകയാണെങ്കിൽ 1000 പ്രാവശ്യം ബിസ്മി ഓതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭക്ഷണത്തിലേക്ക് 1000 പ്രാവശ്യം ബിസ്മി ഓതിയിട്ട് അവർക്കത് ഭക്ഷണത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളിൽ നിന്ന് അകന്നു പോവുകയില്ല, അവരെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുകയും ചെയ്യും. അതുപോലെ ശത്രുക്കളെ ഭയക്കുന്ന ആരെങ്കിലാണെങ്കിൽ ബിസ്മി ഒറ്റ ഹർഫായി 1000 പ്രാവശ്യം എഴുതി ചുമക്കുക. 1000 പ്രാവശ്യം പതിവായി ഓതുകയും ചെയ്താൽ ശത്രുക്കളെ ഒരിക്കലും ഭയക്കേണ്ടതില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിച്ചു കാണണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അതിൻ്റെ കൂടെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് കൂട്ടിയിട്ട് നിങ്ങൾ ചെല്ലാം. എന്ന് 3 ദിവസം ഒരേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തുടർച്ചയായിട്ട് എല്ലാ ദിവസവും 101 പ്രാവശ്യം വീതം മുടങ്ങാതെ നിങ്ങൾ ഓതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും. ഇതെല്ലാം ഖുർആനിക രഹസ്യങ്ങളാണ്. ഇത് നിങ്ങൾ ചെയ്യുക, അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് നിങ്ങളുടെ വിഷമങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ പോകരുത്. ഇത്രയുമാണ് ബിസ്മിയുടെ അത്ഭുതങ്ങൾ. ഇൻഷാ അല്ലാ എല്ലാവരും ഇത് ഒന്നായിട്ട് എടുത്തുവെച്ച് ഓതണം എന്നല്ല, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ എടുത്തുവെച്ച് ഇത് ഓതുക അതിൻ്റെതായ കണക്കിന്. ഇൻഷാ അല്ലാ എല്ലാവർക്കും സന്തോഷം, ഹൈറായ ഒരു സമാധാനം നിറഞ്ഞ ജീവിതം അല്ലാഹു സുബ്ഹാനഹു നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്